പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യോമഗതാഗതത്തെ ബാധിച്ചിരിക്കുകയാണ്. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് യുഎഇയിൽ നിന്ന് കുവൈത്തിലേക്കും കുവൈത്തിൽ നിന്ന് യുഎഇയിലേക്കും നടത്തുന്ന നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, എയർ അറബിയ എന്നീ പ്രമുഖ വിമാന കമ്പനികളാണ് സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ചത്. യാത്രക്കാർ യാത്രയ്ക്ക് മുമ്പ് വിമാനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നിർബന്ധമായും പരിശോധിക്കണമെന്ന് കമ്പനികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷവും സുരക്ഷാ ആശങ്കയും കാരണം യുഎഇയും കുവൈത്തും തമ്മിൽ നിരവധി വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. വ്യോമഗതാഗതത്തിലെ പ്രധാന പ്രശ്നങ്ങളും സുരക്ഷാ മുൻകരുതലുകളും പരിഗണിച്ചാണ് ഈ തീരുമാനം. ആദ്യം സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ചത് എമിറേറ്റ്സ് ആണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്തിലേക്കും കുവൈത്തിൽ നിന്ന് ദുബായിലേക്കുമുള്ള ഇന്നത്തെയും നാളത്തെയും പ്രധാന സർവീസുകളാണ് കമ്പനി റദ്ദാക്കിയത്. ദുബായിൽ നിന്ന് കുവൈത്തിലേക്കുള്ള EK 853, 855, 857, 859 എന്നീ വിമാനങ്ങളും കുവൈത്തിൽ നിന്ന് ദുബായിലേക്കുള്ള EK 854, 856, 858, 860 എന്നീ സർവീസുകളും റദ്ദാക്കിയതായി പട്ടികയിൽ ഉൾപ്പെടുന്നു. കോഡ് ഷെയർ കരാറിന്റെ ഭാഗമായി മറ്റ് വിമാന കമ്പനികൾ നടത്തുന്ന സർവീസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് അതാത് വിമാന കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിവരങ്ങൾ പരിശോധിക്കണമെന്നും എമിറേറ്റ്സ് അറിയിച്ചു. അബുദാബി ആസ്ഥാനമായ ഇത്തിഹാദ് എയർവേസും ചില സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്തിലേക്കും തിരിച്ചുള്ള EY 653, 654 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഈ സർവീസുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ബദൽ യാത്രാ സൗകര്യം ഒരുക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇത്തിഹാദ് അറിയിച്ചു. യാത്രക്കാരുടെ മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും പുതുക്കി നൽകണമെന്നും കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ സർവീസുകളിലെ മാറ്റങ്ങൾ ഉടൻ അറിയാൻ സാധിക്കും. എയർ അറബിയും സമാന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നും കുവൈത്തിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ കമ്പനി റദ്ദാക്കി. സുരക്ഷാ സാഹചര്യം സാധാരണ നിലനിൽക്കുന്നതുവരെ സർവീസുകളിൽ മാറ്റങ്ങൾ തുടർന്നേക്കാമെന്നും കമ്പനി അറിയിച്ചു. വിമാന സർവീസുകളുടെ സമയക്രമത്തിൽ അവസാന നിമിഷം വരെ മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിന്റെ നിലവിലെ സ്ഥിതി പരിശോധിക്കണമെന്ന് അധികൃതർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ടിക്കറ്റ് മാറ്റം, റീബുക്കിംഗ്, യാത്രാ മാറ്റിവെക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി യാത്രക്കാർ നേരിട്ട് ബന്ധപ്പെട്ട വിമാന കമ്പനിയുടെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടണം. ഔദ്യോഗിക വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ വഴി ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കാരണം വ്യോമഗതാഗത മേഖല അതീവ ജാഗ്രതയിലാണ്. യാത്രക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് എല്ലാ വിമാന കമ്പനികളും വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് സർവീസുകൾ റദ്ദാക്കുകയോ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം എമിറേറ്റ്സ് മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കമ്പനിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിൽ പുതിയ ജീവനക്കാരെ നിയമിക്കാനാണ് തീരുമാനം. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി, സാങ്കേതിക പരിപാലനം, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവയ്ക്കായിരിക്കും പ്രധാനമായി നിയമനം. ഇത് വിമാന സർവീസുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിലും ഭാവിയിലെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ നിയമനങ്ങൾ നടത്തുന്നതെന്ന് കമ്പനി അറിയിച്ചു. ഇപ്പോൾ യാത്ര ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമായ കാര്യം വിമാന ടിക്കറ്റിൽ കാണുന്ന സമയത്തെ മാത്രം ആശ്രയിക്കരുത് എന്നതാണ്. കാരണം സുരക്ഷാ സാഹചര്യം അനുസരിച്ച് സർവീസുകളിൽ ഏത് സമയത്തും മാറ്റം വരാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പ്രത്യാഘാതം ഇപ്പോൾ വ്യോമഗതാഗത മേഖലയിലും വ്യക്തമായി കാണുകയാണ്. യുഎഇയിൽ നിന്നും കുവൈത്തിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണം. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സർവീസിന്റെ നിലവിലെ സ്ഥിതി പരിശോധിക്കുകയും വിമാന കമ്പനികളുടെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് സുരക്ഷിതമായ യാത്രയ്ക്ക് ഏറ്റവും നല്ല മാർഗം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.